ഹായ്, എല്ലാവർക്കും ശ്രീസ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്കിവിടെ കുറച്ച് അയിലയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല അയിലയായിരുന്നു. അതെല്ലാം ഇപ്പോൾ വെട്ടി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുളക് കറി വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നല്ല മുളക് കറി ആകുമ്പോൾ നമുക്കത് കൂടുതൽ ദിവസം ഉപയോഗിക്കാം. ദിവസം കഴിയുന്തോറും അതിൻ്റെ സ്വാദ് കൂടി വരും. ഇത് നമ്മൾ മല്ലി ചേർക്കുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. അടുപ്പ് കത്തിച്ച് ഒരു മൺചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിലേക്ക് നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ലേശം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി കൊച്ചുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി തന്നെ എടുക്കണേ, ഒരുപാട് വേണ്ട. ഒരു 3-4 എണ്ണം. ഇത് ശകലം വലിയ കൊച്ചുള്ളിയാണ്. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നമുക്ക് അതിലോട്ട് 3 പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. കാരണം ഇത് നമ്മൾ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ശകലം കൂടെ ഒന്ന് മൂത്തോട്ടെ. കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. കറിവേപ്പില കൂടുതൽ ചേർക്കുന്നത് ഒരു പ്രത്യേക സ്വാദാണ്. ഇതും നമുക്ക് വഴറ്റി കഴിയണം. എന്നിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഒരുപാടൊന്നുമില്ല. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ്, അല്ലാതെ എരിവുള്ള മുളക് പൊടി ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് രണ്ടും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കാം. ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിം ലോ ആയിരിക്കണം, പൊടി കരിഞ്ഞു പോകരുത്. ഇനിയിപ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുടംപുളിയുടെ വെള്ളമാണ് എടുത്തേക്കുന്നത്. കുടംപുളി തിളപ്പിച്ചെടുത്ത വെള്ളം. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. പിഴുപുളി ആയാലും കുഴപ്പമില്ല. പിഴുപുളി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ചേർത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. സ്വാദനുസരിച്ച് ഉപ്പ് ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി വറുത്തതാണ്, അതുകൊണ്ടാണ് ഇപ്പം ചേർത്തത്. തന്നെയല്ല, നമ്മൾ നേരത്തെ ഉലുവ ചേർത്തിട്ടുമുണ്ട്. ഇപ്പോൾ ഈ മീൻ ഞാൻ കഷ്ണിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അത് പതുക്കി ഒന്ന് ഇളക്കാം. അഥവാ ചാറ് കുറവാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും തണുത്ത വെള്ളം ചേർക്കരുത്. ചൂടാക്കിയ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളം മാത്രമേ ചൂടായിട്ടുള്ള കറിയിലോട്ട് ചേർത്ത് കൊടുക്കാവുള്ളൂ. തണുത്ത വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ സ്വാദ് പോകും. ഇനിയിപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ശകലം കൂടെ ചാറ് വറ്റിക്കോട്ടെ. അപ്പോൾ തീ ഓഫ് ചെയ്യാറായി. ഞാനതിലോട്ട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക.
കറി ഓഫ് ചെയ്തിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ടാണ് ഇപ്പോഴും തിളയ്ക്കുന്നത്. ഇപ്പോൾ പുളിയൊക്കെ മീനിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ കറി തണുത്ത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് തുടർന്നും ലഭിക്കും. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതും വരേക്കും നന്ദി, നമസ്കാരം.